ഇന്നൊരു കുഞ്ഞു കഥ പറയാം. ഒരു കുഞ്ഞു ബാലൻ, ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അവൻ പ്രൈമറി വിദ്യാഭ്യാസം പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛൻ മരിക്കുകയാണ്. അച്ഛൻ മരിച്ചപ്പോൾ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി വേറൊരു വഴിയുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങി ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. അവസാനം ഒരു വൃദ്ധൻ്റെ അടുത്ത് ചെന്നുപെട്ടു. റൈബു എന്നൊരു വൃദ്ധൻ്റെ അടുത്ത് ചെന്നുപെട്ടു. ആളൊരു ബൈൻഡിങ് കട നടത്തിയിരുന്ന ആളാണ്. അവിടെ അവൻ ജോലി തേടുകയാണ്. പിന്നീട് ആ കടയിൽ വരുന്ന പുസ്തകങ്ങളെല്ലാം അവൻ സമയം കിട്ടുമ്പോൾ വായിക്കുന്നു. അങ്ങനെ അവനിൽ വായനാശീലം ഉണ്ടാകുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാകാത്ത അവൻ അവിടെ നിന്നുള്ള പുസ്തകങ്ങളിലൂടെ വായനാ ലോകത്തേക്ക്, അറിവിൻ്റെ ലോകത്തിലേക്കും കടന്നു വരികയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ ഒരാളെ തേടി ആ ഒരു സൗഭാഗ്യം പിന്നീട് എത്തുകയാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹംഫ്രി ഡേവി അവിടെ എത്തുന്നു. ഹംഫ്രി ഡേവിയുടെ ലാബിൽ അസിസ്റ്റൻ്റായിട്ട് ഈ പറഞ്ഞ ആൾക്ക് ഒരു അവസരം കിട്ടുകയാണ്. പിന്നീട് അവിടെ പരീക്ഷണങ്ങൾ ചെയ്യാനൊക്കെയുള്ള അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള മൈക്കൽ ഫാരഡേയെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശസ്തരായ ആളുകളും, നമ്മുടെ മുന്നിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉയർച്ചയിൽ എത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നും ഒരു വിജയത്തിലെത്താൻ വേണ്ടി സാധിക്കും.